ഡേ 3. സോ നമ്മുടെ റിസോർട്ടിൽ നിന്ന് നമ്മ ഇറങ്ങി നമ്മുടെ വേ ഇതാണ് നമ്മുടെ വേ, നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള വഴി. ഞങ്ങളപ്പോ ഇപ്പൊ വീട്ടിലേക്ക് പോണെയാണ്. അപ്പൊ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങളൊരു വാട്ടർഫോൾസിലും അതേപോലെ തന്നെ ഒരു സിപ്പ് ലൈനിലും പോകുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടുള്ള പോക്കാണിപ്പോ. ഇതാണ് റിസോർട്ടിലേക്കുള്ള വഴിയും. റിസോർട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ താഴേക്ക് പോകണേണ്. നല്ല കയറ്റവും ഇറക്കമൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ നിന്ന് റിസോർട്ടിലുള്ള ഫെസിലിറ്റീസ് കണ്ടിട്ട് പോവാം. അപ്പോൾ ഇതാണ് റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വഴി. ഇത് ജിമ്മാണ് കേട്ടോ. ഇവിടെയുള്ള ചെറിയൊരു ജിമ്മാണ്. മിലൻ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ബോഡി ബിൽഡിങ്ങിലാണ്. ബോഡി ബിൽഡിംഗ് അല്ല, കൂടുതലും കാർഡിയോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈക്കിൾ ചവിട്ടി, വീട്ടിലൊരു പുതിയ സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. അത് ചവിട്ടിയുള്ള എക്സ്പീരിയൻസ് ആണ്. ഫുൾ സൈക്കിൾ ഔട്ടല്ലാണ് ഇവിടെ വന്നിട്ട്. വെന്നെപ്പോലെ ഞാൻ സൈക്കിൾ ഔട്ടെങ്കിൽ എൻ്റെ കാർഡിയോ സൂപ്പറായാണ്. പിന്നെ അത്യാവശ്യം ടെമ്പിൾസ് ഉണ്ട്, പിന്നെ ചെസ്റ്റ് കളിക്കാനുള്ള മെഷീൻ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്പാ സെൻറ്റർ കേട്ടോ. അത് എക്സ്ട്രാ ചാർജബിൾ ആണ്. നമുക്ക് സ്പാ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സ്പാ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗെയിമിംഗ് റൂം. അത്യാവശ്യം ക്യാരംസും പിന്നെ മറ്റേ പൂളും പിന്നെ അതേപോലെ തന്നെ ചെസ്സും ഈ വക ഐറ്റങ്ങളുണ്ട്. പിന്നെ മറ്റേ ടേബിൾ ടെന്നീസും ഇതൊക്കെ ഉണ്ട്. സ്പോർട്സിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം. നമ്മുടെ ഈ വാട്ടർഫോൾസിന്റെ പേര് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വാട്ടർഫോൾസ് ആണെന്നാ തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ വാട്ടർ സിപ്പ് പോയിട്ട് കാണാം. പിന്നെ നമ്മളെ സിബ്ലേനിയിലും പോയിട്ട് കാണാം. ഓക്കെ മിലു, ഓക്കെ. പിന്നെ ഇവിടെ സന്ധ്യ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പേടിയുണ്ട് മിലു സേഫ് ലൈൻ? ഓക്കെ. അങ്ങനെ ഹെൽമെറ്റൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. സേഫ്റ്റിക്കുള്ള എല്ലാ പ്രിക്കോഷനും എടുക്കുന്നുണ്ട് കേട്ടോ. മിലന് ഹെൽമെറ്റ് ഇട്ടു, സന്ധ്യക്ക് ഹെൽമെറ്റൊക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ഇവർ സിപ്പ് ലൈൻ പോകാൻ പോലെയാണ്. സേഫ്റ്റിക്കുള്ള എല്ലാ ബെൽറ്റും കാര്യങ്ങളെല്ലാം ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓൾ സെറ്റ്. ദേ ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് എ ന്യൂ അഡ്വഞ്ചർ. ദേ പോകുന്നു സന്ധ്യ മിലനും. അയ്യോ, മിലൻ പേടിച്ചാണ് ഇരിക്കണേന്ന് അറിയത്തില്ല. എന്തായാലും ദേ പോകുന്നു. സന്ധ്യ പിടിച്ചിട്ടുണ്ട്. സന്ധ്യ എന്തോ മിലൻ്റെ ഇതിലെന്തോ പിടിച്ചിട്ടുണ്ട്. മുറുക്കെ പിടിച്ചിരിക്കട്ടെ. ദേ പോകണം. അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് കേട്ടോ. അവർ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇത് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് വൺ സൈഡ് അപ്പോൾ 1/2 കിലോമീറ്റേഴ്സ് ഉണ്ട്. എന്തായാലും അവർ സേഫായിട്ട് അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം. എന്തായാലും നല്ല ദൂരമുണ്ട് കണ്ടോ. ഇതാണ് അത്രയും നല്ല ദൂരമുണ്ട് കേട്ടോ. അവർ തിരിച്ച് വരുന്നുണ്ട്. തിരിച്ച് രണ്ടുപേരും തിരിച്ചങ്ങനെ തിരിച്ചു തന്നെയാണ്. അപ്പോൾ മിലന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. മിലൻ മുറുക്കി തിരിച്ചെന്തായാലും ഇരിക്കുന്നുണ്ട്. സന്ധ്യ എന്തോ ഒരു കയറിലെന്തോ മിലൻ്റെ കയറിലെന്തോ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ സേഫായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. കേരളാൻ്റെ വാവ് സൂപ്പർ. മില എങ്ങനെയുണ്ട്? കൊള്ളാമോ? പേടിയില്ലല്ലോ? പേടിയില്ലല്ലോ? സെറ്റല്ലേ? സെറ്റല്ലേ? പേടിയുണ്ട്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ സിപ്പ് ലൈൻ. കാണിക്കാട്ടെ. അപ്പൊ പോണം മേളിക്കൂടി ഇങ്ങനെ പോകാനാണത്. ഓക്കെ, അപ്പോൾ അതാണ് സിപ്പ് ലൈൻ. സോ നമ്മുടെ സിപ്പ് ലൈൻ നമ്മുടെ ചള്ളപ്പം കയറി ഗൈസ് ഞങ്ങളങ്ങനെ വാട്ടർഫോൾസിലേക്ക് പോകുകയാണ്. സിപ്പ് ലൈൻ കഴിഞ്ഞു, വാട്ടർഫോൾസിലേക്ക് അല്ലേ മിലു? കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർഫോൾസിൻ്റെ ഒരു ഏരിയ. അതായത് വെള്ളം ഒഴുകി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. ഗൈസ് ഞങ്ങൾ ഇവിടെ അടിമാലിയിൽ ഒരു ഫ്ലോറ ആൻഡ് ഫൂണ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞങ്ങൾ ഇതാണ് ആ സ്ഥലം കേട്ടോ.
ഞങ്ങളിത് ഇതേപോലെ തന്നെ ഫേസ്ബുക്കിൽ കണ്ടതാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചായിരുന്നു മൂന്നാർ വരുമ്പോൾ ഇവിടെ ഒന്ന് കയറണമെന്ന്. അടിപൊളി സ്ഥലമാണ്. പെർ ഹെഡ് 350 ആണ് ചാർജ് വരുന്നത്. 7 വയസ്സുള്ള പിള്ളേർക്കാണെങ്കിൽ ഒരു 250 ആണ് ചാർജ് വരുന്നത്. ഇവിടുത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബേർഡ്സും എല്ലാം ഉണ്ട് കേട്ടോ. ഓപ്പൺ ബേർഡ്സും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. പിന്നെ നേരത്തെ ആ വെള്ളച്ചാട്ടത്തിൽ അധികം വെള്ളമൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അതാണ് അവിടെ പിന്നെ അവിടെ വെച്ച് ബ്ലോഗ് ഞാൻ നിർത്തിയത്. ഇനി ഇവിടെ കണ്ടിന്യൂ. ബേർഡ്സ് വലിയൊരു അക്വേറിയം ഉണ്ട് ഇവിടെ കണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ കിളികളൊക്കെ ഒക്കെ ഓപ്പണായിട്ട് ഇവിടെ പറക്കുന്നേ. കോഴി, മയില് എല്ലാം ഉണ്ട്. ഇത് അത്യാവശ്യം വേർട്ടാണ്. കാരണം നമ്മൾ ഇതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്നും കാണാൻ, അതായത് ഇതിന് ഓപ്പണായിട്ട് പറക്കണമെന്ന് കാണാൻ പറ്റാറില്ല. ഇത് കറക്റ്റ് അടിമാലിലാണ്. ഫ്ലോറ ആൻഡ് ഫൂണ എന്നാണ് പേര്. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. ഇത് അത് മാത്രമല്ല, പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം, ഹോഴ്സ് റൈഡ് ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ 24x7 മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ. ചേച്ചി കിളീനെ കൊണ്ട് നോക്കി കണ്ടോ, കയ്യിൽ വന്നിരുന്ന് കഴിക്കുന്നേ കണ്ടോ. വലിയ പാരറ്റ് എല്ലാം ഉണ്ട്. വാവ്, സൂപ്പർ, അടിപൊളി. A few minutes later. എന്റെ അവസ്ഥ ഇപ്പോ എന്റെ മാലെല്ലാം വന്ന് കടിക്കുന്നുണ്ട്. വാവ്, നൈസ്. ദേ വന്നിരിക്കണോ. എടുക്കോ. ആ ഇല്ലില്ല. മാലൂടെ മാലൂടി അങ്ങനെ ഞങ്ങള് ബേഡ്സിന്റെ അതിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി. ഫുൾ അടിപൊളിയാണ്ട. വൺസ് നമ്മുടെ മേത്ത് ഏതെങ്കിലും ഒരു ബേഡ് വന്നിരുന്നതിന് ബാക്കിയെല്ലാം ഒരുമിച്ച് കിളികൾ മൊത്തം വരും. വാവ്, നമുക്ക് വാട്ടർഫോൾ സൂപ്പറാണ്, അടിപൊളി. ഇത് അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ, നൈസായിട്ടുണ്ട്. ഓരോ ഇതിനൊക്കെ ഉണ്ടാക്കി വെച്ചതിനൊക്കെ കാണാൻ നല്ല അടിപൊളി സാധനം. ദേ ഓസ്ട്രിച്ചിനെ കണ്ട. എന്റെ അമ്മീ, വലിയ ഓസ്ട്രിച്ച് ഉണ്ട് ഇവിടെ. നോക്കി, ദേ നോക്കുന്നു. ഹായ് ഹായ് ഹലോ. ഇത് യമു ഉണ്ട്, ഓസ്ട്രിച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. ദേത്ത പാത്തത്താറാവ് അരയണ്ണ. ബ്ലാക്ക് ഫാൻ. താറാവ്. താറാവിന് നീന്താനായിട്ട് ദേ ഇതാണ് ഞാൻ പറഞ്ഞ 24x7 മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഉണ്ടാ, ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും. അത്യാവശ്യം ഉണ്ട് ഇത്. അങ്ങനെ ആടുണ്ട്, ചെമ്പരി ആട്, മുട്ടനാട്, വേറെ വലിയ ഇതട്ടോ. ഓക്കെ, വാവ്. എന്താന്നറിയത്തില്ല. ഹെവിയാണ് സ്ഥലം എന്തായാലും. ആടിനെ കണ്ട. ഇത് എന്താ, ഈ കൊമ്പളത് ചൈനീസ് ആടാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ കുറുക്കനുണ്ട് ഇവിടെ. ഇതാണ് ഐറ്റമില്ല. അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങണേ കേട്ടോ. മേളിൽ ആ കല്ലിൻ്റെ മേളിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കല്ലിൻ്റെ മേളിൽ കിടക്കേണ്ടത് കണ്ട.
ലോകത്തിലെ ഏറ്റവും ചെറിയ കുറുക്കനാ. ഉറക്കോ 2 ഉണ്ട്, ഒരെണ്ണം കല്ലിൻ്റെ അടിയിലുണ്ട്. പിന്നെ ഇത് ഹൈദരാബാദി പശുക്കളാണ് കേട്ടോ. മഴ മഴ പെയ്യണ്ട കുഞ്ഞി. കുഞ്ഞിന് മഴ മറ്റു നേരത്തെ കണ്ടതിൻ്റെ വേറെ കളർ കണ്ട കുഞ്ഞി. ഓ വേറെ കണ്ടിട്ട് നോക്കി. പിന്നെ വേറൊരു ചെറിയ സ്നേക്കിനെ കണ്ടതുണ്ട്. പിന്നെ മഞ്ഞക്ക് മുള്ളമഞ്ഞാണോ? ഇതിന്റെ മേളിലൊക്കെ ഉണ്ട് പാമ്പിന്റെ കളി. താഴെ ആ ഇവിടെ ഫ്രൂട്ട്സ് ഗാർഡൻ ഉണ്ട് കേട്ടോ ഒരു സൈഡില്. ഇതെല്ലാം ഫ്രൂട്ട്സ് ആണ്. പേരക്ക, ഓറഞ്ച്, പിന്നെ ഒരു പേർപ്പിൾ കളർ പേരക്ക ഇപ്പൊ കണ്ടു. അത് ആയിട്ടില്ല, പേരക്ക ആയിട്ടില്ല, പേർപ്പിൾ കളറിൽ വരുന്നത്. ഇത് മറ്റേ പോവാ തായ് 7 ഗോവ ഉണ്ടോ. പ്ലം, നമ്മുടെ പോമോഗ്രാനൈറ്റ് അഥവാ മാതള നാരങ്ങ. പിന്നെ അതേ ഓറഞ്ച് ഉണ്ടായി കിടക്കണ്ടിട്ട് ഇവിടെ. ഓറഞ്ച് 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 കണ്ടോ, ഓറഞ്ച് ഉണ്ടായിക്കണുണ്ടോ, കണ്ടോ, ഫ്രഷ് ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതിലെല്ലാം ഓറഞ്ച് ഉണ്ട്. മിലു ഓറഞ്ച് ഉണ്ടായി കിടക്കണണ്ടാ. കൂടാതെ ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ. നെല്ലിക്ക മരം, അത് ഇത് അങ്ങനെ കുറെ മരങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ഒത്തിരി ഞാൻ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ബോറടിയാകും. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, കാണിക്കാനായിട്ട് അത്രയും മാത്രം ഏരിയ ഉണ്ട്, അത്രയും മാത്രം സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ മൂന്നാർ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കയറാം. എന്തായാലും വേർത്താണ്. ഇനിയും ഇതേപോലെ കുറേ ഏരിയ ഉണ്ട്, കുറേ ഉണ്ട് സ്ഥലങ്ങൾ കാണാൻ, കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അതാണിത് കുറച്ച് ലെങ്തി ആയി പോയത്. സ്പീഡ് ലാഞ്ച് തന്നെ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പഴയ സൈസ് ഉണ്ട്, ചെറിയ പപ്പായയുടെ മരമാണ്. ഇരിക്കണുണ്ടോ സൈസ് നോക്കി? പച്ചക്കറിയാണ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്. വേറെ ഹഷി, ഗൂസ് ഇതോ ഏരി ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഏരിയ ഉണ്ട് ഇവിടെ കാണാനൊക്കെ ആയിട്ട്. ഉണ്ടോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും ഉണ്ട്. അവിടെ ഉണ്ടോ, ആ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ് വെച്ച് ഇവർ തന്നെ ഫ്രഷ് ആയിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി തരും. ഇതേ ഒരു കിളി പുറത്തു വന്നല്ല, ഇവന് എവിടെ നിന്നോ ചാടി വന്നതാന്ന് തോന്നുന്നു. തൊപ്പിലൊന്നിരുന്ന എന്റെ തൊപ്പി തൊട്ടാണെങ്കിൽ. ഹോഴ്സ് റൈഡ് പോകാൻ പോണെയാണ്. ഇതിന് എക്സ്ട്രാ ചാർജാണ് കേട്ടോ. ഫുൾ റൗണ്ട് എടുക്കണമെങ്കിൽ 200, ഹാഫ് റൗണ്ട് 100, ഫോട്ടോ മാത്രമാണെങ്കിൽ 50 റുപ്പീസ്. മിലു കയറാൻ പോണെയാണ് ഹോഴ്സ് റൈഡ്. മിലു കയറണം. പേടിച്ച് കയറുന്നു. പറന്നുപോയി. മിലു അങ്ങനെ ഹോഴ്സ് റൈഡ് പോണു. 2-3 പോകുന്നേ, 2-3 പോകുന്നേ. തന്നെ കയറോ? ആണാ? അത് ഏതിലിറങ്ങും?
നീലും അങ്ങനെ ഹോഴ്സ് റൈഡിലും കയറി. അടിപൊളി. ഞാൻ അടുത്തത് കുരിപ്പ് നടക്കണേന്ന് ഹോഴ്സ് റൈഡിൽ കയറണമെന്ന് പറഞ്ഞ് എന്നെ വലിച്ചു നടക്കണേ. കുതിരനെ കണ്ടിട്ട് അതിൻ്റെ പുറകെ പോണേട്ടാ. ഞങ്ങളൊന്ന് ഹോഴ്സ് റൈഡിൽ കയറാൻ പോകണ്ട, ഞാനും കുഞ്ഞുങ്ങൾ. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ 3-ാം ട്രിപ്പിലെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേണ്. വൈൻഡപ്പ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എല്ലാവരും ടയേർഡായ കാരണം. അപ്പോൾ നെക്സ്റ്റ് ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.